ചക്കിയുടെ ജ്വല്ലറിയിൽ ഒരു ആംഗ്ലറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ ആംഗ്ലറ്റ് പാർവതി ചേച്ചി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മടിസാരിയിലാണ് മോളെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല വികാസ്, ഞാൻ നിറഞ്ഞു എന്നാണ്. ഇന്നലെ ഞാൻ ചക്കിക്ക് ചെയ്ത എല്ലാ മേക്കപ്പും സ്കിൻ വിസിബിൾ മേക്കപ്പാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് സ്കിൻ വിസിബിൾ മേക്കപ്പ്. ഇപ്പോൾ ആലിയ ഭട്ടിൻ്റെയൊക്കെ മേക്കപ്പിന് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നമുക്ക് കാണാൻ പറ്റും. ഏത് സെലിബ്രിറ്റീനെ മേക്കപ്പ് ചെയ്യുമ്പോഴും അവർ ബ്രൈഡായിട്ട് തന്നെ ഇരിക്കണം, അത് ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കാൻ പാടില്ല. പെൺകുട്ടിയാണ്, കല്യാണ പെണ്ണാണ്. കേരളത്തിലൊരു റെവല്യൂഷൻ കൊണ്ടുവന്നു ചക്കി. ദാറ്റ് ഈസ് മിനിമൽ ജുവലറിയിൽ ഇത്രയും ബ്യൂട്ടി കാണിക്കാൻ പറ്റുമെന്ന് കൊണ്ടുവന്നത് പാർവതി ചേച്ചിയുടെ ഡിസിഷൻ ആയിരിക്കുമോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചു. കിലോ വാങ്ങാൻ വെച്ചിരുന്ന ആൾക്കാർക്കൊന്നും ഇനി അത് വേണ്ട. മിനിമൽ ജുവലറി ആയപ്പം ബ്യൂട്ടി പുറത്തു വന്നു. അങ്ങനെ 3 ലുക്ക്, 3 ഹെയർ, 3 ടൈപ്പ് ഓഫ് സാരി ഡ്രൈപ്പിംഗ്. 1.5 മണിക്കൂറിനുള്ളിലാണ് ഞാൻ ഈ രണ്ടാമത്തെ ലുക്ക് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത്. ഏറ്റവും കുറച്ച് സമയം എടുത്ത് മേക്കപ്പ് ചെയ്തത് ആരെയായിരിക്കും? ദുർഗയുടെ വെഡിങ് ലുക്ക്. അയ്യോ, ദുർഗ ഉറക്കണിക്കാനൊക്കെ ലേറ്റായി. ഞാനാണ് പിന്നെ ഉണർത്തി കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ കുറെ നേരം കരഞ്ഞും പിടിച്ചൊക്കെ ഇരുന്ന് 1/4 മണിക്കൂറിൽ മേക്കപ്പ് തീർത്ത്. രണ്ടാമത്തെ ആള് സ്വാസിക. കണ്ണ് ദിവ്യ പിള്ളை. സ്കിൻ ദുർഗാകൃഷ്ണ. മൂക്ക് സുരഭി. ചുണ്ട്, ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാർത്തിക. പിരികം. രംഭേനെ മേക്കപ്പ് ചെയ്യാനായിട്ട് രംഭയുടെ ഒരു ആഡ് ഷൂട്ടിന് പോയി. ആ ഒരു സമയത്തിന് പ്രഗ്നന്റുമാണ്, മേക്കപ്പ് വേണം, അതും ഭയങ്കര കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ടൈറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. എനിക്ക് പഞ്ചരത്നങ്ങളുടെ വർക്ക് പറയാം. ഈ 4 പെൺകുട്ടികളെയും ഞാൻ വെറും 2 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ഒരുക്കി തീർത്തത്. 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എനിക്ക് പോലും ഒരുക്കി തീർത്തതിന് ശേഷം അത്ഭുതം തോന്നിപ്പോയി. എൻ്റെ സീക്രട്ട് പോലും എൻ്റെ പ്രൈമേഴ്സാണ്. ിരിക്കുന്ന സമയത്താണ് ചക്കി എന്നോട് അമ്മയും പറഞ്ഞൊരു വാക്കാണ് ദ മോസ്റ്റ് കംഫർട്ടബിൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് ഞങ്ങൾക്ക് വികാസേട്ടനായിരുന്നു. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം RAG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മാളവിക ജയറാമിൻ്റെ വിവാഹമായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ചുള്ള ഫംഗ്ഷൻസ്, എല്ലാ കാര്യങ്ങളും. അങ്ങനെ അതിൻ്റെ കൂടെ ആൾക്കാർ ചർച്ച ചെയ്തത് അതിനൊക്കെ ഉപയോഗിച്ച മേക്കപ്പും ആ മേക്കപ്പ് മാനെയും കുറിച്ചായിരുന്നു. അപ്പോൾ ആ മേക്കപ്പ് മാൻ നമ്മുടെ കൂടെ ഉണ്ട്. ലെറ്റ്സ് വെൽക്കം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ വികാസേട്ടൻ. വികാസേട്ടാ, വെൽക്കം ടു ദ ഷോ. എങ്ങനെയായിരുന്നു മാളവിക ജയറാമിലേക്ക് ചേട്ടൻ എത്തപ്പെട്ടത്? എന്നെ കണ്ടുപിടിച്ചത് ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ ശോഭ പണ്ടൊരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോയ്ക്ക് പാർവതി ചേച്ചിയും മാളവികയും കൂടെ ആയിരുന്നു അന്ന് റാമ്പ് ചെയ്തത്. ഒരു പക്ഷേ അതെ, ആ ഷോയ്ക്ക് വേണ്ടി പാർവതി ചേച്ചീനെയും മാളവികേനെയും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അന്ന് എനിക്ക് മാളവികയാണ്. അതാണ് ഞാൻ അവരുമായിട്ട് പരിചയപ്പെടുന്ന ഒരു സന്ദർഭം. അത് ഇത്രയും വലിയൊരു ബന്ധമാകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കല്യാണത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചക്കി എന്നോട് അമ്മയും പറഞ്ഞൊരു വാക്കാണ് ദ മോസ്റ്റ് കംഫർട്ടബിൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് ഞങ്ങൾക്ക് വികാസേട്ടനായിരുന്നു. ഓ അല്ല, ചേട്ടന് എന്തൊക്കെയായിരുന്നു ഒരുക്കിയത്? കാരണം വ്യത്യസ്തമായ അറ്റയറുകളായിരുന്നല്ലോ അവരുടെ മൊത്തത്തിൽ കല്യാണത്തിന്റെ. ഞാനായിരുന്നു വിവാഹ ദിവസത്തെ 3 ലുക്സും ചെയ്തത്. പിന്നെ ഇന്നലെ ഒരു ബനാറസ് സാരി ഉടുത്തിട്ട് ദുപ്പട്ടയൊക്കെ വെച്ചിരുന്ന ഒരു ലുക്ക്. അങ്ങനെ ടോട്ടൽ 4 ലുക്സാണ് ഞാൻ ചെയ്തത്. അപ്പം ആ 4 ലുക്കും ആണെന്ന് ഞാൻ അറിഞ്ഞത് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെട്ട 4 ലുക്ക് അതാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം പാർവതി ചേച്ചിയുടെ ഒരു മേക്കപ്പ് എനിക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു വെഡിങ് ഡേക്ക് 3 ലുക്കാണ് ചെയ്തത്. ആ 3 ലുക്കും സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സാരി ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 3 സാരി ചേഞ്ചിൻ്റെ ഓടൊപ്പം തന്നെ 3 ഹെയർ ചെയ്തു, 3 മേക്കപ്പ് ചെയ്തു, 3 കോസ്റ്റ്യൂം ജുവലറി ഇട്ടു. ഇതൊക്കെ ഇട്ടപ്പോൾ അതൊരു പെട്ടെന്ന് അതിൻ്റെ ടൈമിന് തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം അത് എല്ലാവരും ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളൊരു ചാൻസ് പോലും ആ ഒരു ടൈം കറക്റ്റ് ചെയ്തത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ആദ്യത്തെ നമ്മൾ ആ ഒരു പട്ടത്തി ലുക്കിൽ കണ്ടില്ലേ, അതെന്തായിരുന്നു ചേട്ടാ? അങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ ഒരു ലുക്ക് വേണം എന്ന് പറഞ്ഞോ? പറഞ്ഞു. ഞാൻ ആദ്യം ഈ ഒരു ലുക്കിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കി. പക്ഷേ നമ്മളൊരു മാർച്ചൊക്കെ ആയപ്പോൾ ഞാൻ അവരുടെ വീട്ടിലൊന്ന് പോയായിരുന്നു. ചെന്നൈയിൽ അശ്വതി എന്നാണ് ആ വീട്ടുപേര് തന്നെ. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞത് എന്താ മഡ്സാറി, പട്ടത്തിൽ ലുക്ക് എന്ന് പറഞ്ഞാൽ മഡ്സാറിയാണ്. അപ്പോൾ മഡ്സാറി ഇട്ട് നമ്മൾ ഗുരുവായൂർ ഒരു ബ്രൈഡിനെ ഇതിനു മുമ്പ്
കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിരുന്നെങ്കിൽ നമുക്കൊരു ഐഡിയ വരും. ഇതൊരു ഐഡിയ ഇല്ല. മടുസാരി ഉടുക്കുമ്പോൾ അപ്പം ചക്കി നോർമലി ഇപ്പം സ്ലിമ്മായി. ഒരു ഇടയ്ക്ക് നമ്മൾ കാണുമ്പോൾ ചക്കി കുറച്ച് വലിയ സൈസായിരുന്നു. ഇപ്പം ആ കുട്ടി ഭയങ്കര സ്ലിമ്മാണ്. അപ്പം മടുസാരി ഉടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ മടുസാരി ഉടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ബൾക്കി, അങ്ങനെയാണ് നമ്മൾ കാണുന്ന എല്ലാ പട്ടത്തി ക്യാരക്ടേഴ്സിനും ഇച്ചിരി ബൾക്കിയാണ്. ആക്ച്വലി മടുസാരിയുടെ നിയമവും അങ്ങനെയാണ് കേട്ടോ, കുറച്ച് ചുരുണ്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഒരു ബ്രൈഡൽ ലുക്ക്, അതും ഒരു സെലിബ്രിറ്റി ബ്രൈഡൽ ലുക്ക് ആകുമ്പോൾ നമ്മൾ അത് എത്രത്തോളം ട്രിം ആക്കാം എന്ന് തന്നെയായിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചതും. അതുകൊണ്ട് തന്നെ ഞാനത് ആ രീതിയിൽ തന്നെ ചെയ്തു. നല്ല ട്രിമ്മാക്കി ഉടുപ്പിച്ചു. പക്ഷെ അത് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും അത്ഭുതം പോലെ അല്ലേ എല്ലാവരും കാണുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തില് ആ ലുക്കിൽ കാണുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ഒരു സാരി ഉടുക്കുന്നത് ഞാൻ ഒരിക്കൽ ഉടുത്തിട്ടുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മണിക്കൂർ കണക്കിന് എടുത്ത് അങ്ങനെ തന്നെ നിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫ് അല്ലേ? അത് ഓടി നടക്കും, ഭയങ്കര ജനമായിരുന്നു. അപ്പൊ ഈ കുട്ടി ഫാസ്റ്റിനൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ അതിന്റെ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ അറിയാം, ഭയങ്കര ഫാസ്റ്റിന് നടക്കുന്നത്. പക്ഷെ ദൈവം സഹായിച്ചു. അത് ഭയങ്കര ഞാൻ എന്നിട്ട് ഞാനപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലൊക്കെ എട്ടുന്ന സമയത്ത് ഞാനും കാണാൻ വേണ്ടി പോയിരുന്നു. എങ്ങനെയാണ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ ആലോചിച്ചു, ദൈവമേ ഞാൻ ഒരിക്കൽ ആളാണല്ലോ, എനിക്കൊന്ന് താലി കെട്ടുന്ന കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ആലോചിച്ചത്, എല്ലാവരും മാളവികേനെ നോക്കി നിന്നപ്പോൾ ഞാൻ നേരെ വേറൊരാളെ നോക്കി. കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആ ഒരു ലുക്കിൽ നിന്ന് അടുത്ത ലുക്കിലേക്ക് മാറാൻ എത്ര മണിക്കൂർ എടുത്തു ചേട്ടാ? ഗുരുവായൂരിന്ന് ഹയാത്തിലായിരുന്നു നമ്മുടെ സെക്കൻഡ് ലുക്ക്, ഒരു ഗോൾഡൻ സാരി ആയിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പം നിങ്ങൾ കാണുന്ന ലുക്ക്, ഈ നമ്മുടെ മടുസാരിയിലെ ഹെയർ എന്ന് പറയുന്നത് ഒരു സ്ലീക്കാണ്. പക്ഷെ അത് ഭയങ്കര സ്ലീക്കല്ല, കുറച്ച് ചെറിയൊരു പഫ്, ഒരു ട്രഡീഷണൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പഫ്നെസ് ഉണ്ട്. സ്ലീക്ക് ലുക്കാണ് പുറമേ കാണുന്നതെങ്കിൽ പോലും അതിനൊരു പഫ് ലുക്ക് ഉണ്ട്. പക്ഷേ ഈ മടുസാരിയിൽ നമ്മൾ ജടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചക്കിയുടെ ഓൺ മുടിയിൽ തന്നെയാണ് വെച്ചത്. അപ്പം അതും കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമായി, സിമ്പിൾ ലുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ രണ്ടാമത്തെ ലുക്ക് എത്തുമ്പോൾ നമ്മൾ ഗുരുവായൂരിന്ന് ഹയാത്ത്, തൃശ്ശൂർ ഹയാത്തിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് ടൈമും പിന്നെ ഓഫ് കോഴ്സ് ഫോട്ടോഷൂട്ട് വേണമല്ലോ. അപ്പം ഇത്രയും നല്ലൊരു മെമ്മറി അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് മേക്കപ്പ് റൂമിലോട്ട്. അപ്പം ഉടുത്ത മടുസാരി ഊരുന്നതിനൊരു ടൈം, നമ്മളെപ്പോഴും അടുത്ത സാരി ഉടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഊരുന്ന ടൈമും നമ്മൾ സത്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മടുസാരി ഊരി പിന്നെ മുടി ഫുള്ള് കേള് ചെയ്ത്, അതൊരു സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്ന ഒരു മെസ്സി ബ്രീഡാണ്. മെസ്സി ഹെയറിൽ മെസ്സി ബ്രീഡും മെസ്സി ആയിരുന്നു. അപ്പം ഇതെല്ലാം ചെയ്ത് ഒരു 1.5 മണിക്കൂറിനുള്ളിലാണ് ഞാൻ ഈ രണ്ടാമത്തെ ലുക്ക് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത്. അല്ല, അതിനെ ഈ ഹെയർ ഒക്കെ ചെയ്യാനായിട്ടേ നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച ഹെയർ പിന്നെ മാറ്റിയിട്ട് ഇത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ ആദ്യത്തെ ലുക്കിന് സമയത്തെ നമ്മൾ അത്രയും സ്ട്രോങ് സ്പ്രേ യൂസ് ചെയ്തില്ല. ബിക്കോസ് നമുക്കറിയാം നമുക്ക് അടുത്തത് ചെയ്യണം. അപ്പം മാളവിക വാസ് റെഡി ഫോർ എല്ലാത്തിനും, ഒരു ലുക്കിനും ആ കുട്ടി റെഡി ആയിരുന്നു, പൂ മാത്രം മാറ്റാം. ഞാനാണ് പറഞ്ഞിരുന്നത്, മോളെ നമുക്കത് മാറ്റാം, വിഷമിക്കണ്ട, ഞാനത് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഞാനത് ചെയ്ത് കൊടുത്തു ആ കുട്ടിക്ക്. അപ്പം സെക്കൻഡ് ലുക്ക് എത്തിയപ്പോൾ ഞാൻ ആ ടൈമിന് നമ്മൾ പെട്ടെന്ന് മെസ്സി കേൾസ് ഒക്കെ കൊടുത്തിട്ടു. അപ്പം ആ ഒരു സാരിക്ക് നമുക്കാകെ ഒരു 3 മാലയാണ് ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ചക്കിയുടെ വെഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കോൾസ് വന്ന കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞാൽ, കേരളത്തിലൊരു റെവല്യൂഷൻ കൊണ്ടുവന്നു ചക്കി. ദാറ്റ് ഈസ് മിനിമൽ ജുവലറിയിൽ ഇത്രയും ബ്യൂട്ടി കാണിക്കാൻ പറ്റും എന്ന് കൊണ്ടുവന്നത് പാർവതി ചേച്ചിയുടെ ഡിസിഷൻ ആയിരിക്കുമോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചു. ഓഫ് കോഴ്സ് അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ഏറ്റവും മിനിമം ആദ്യത്തെ ലുക്കിന് ആകെ 2 മാല, അതും ചെറിയ 2 മാലയാണ്. ഈ രണ്ടാമത്തെ ലുക്കിലെത്തിയപ്പോൾ 3 മാല. അപ്പം ഇങ്ങനെ വന്നപ്പം കിലോ വാങ്ങാൻ വെച്ചിരുന്ന ആൾക്കാർക്കൊന്നും ഇനി അത് വേണ്ട. മിനിമൽ ജുവലറി ആയപ്പം ബ്യൂട്ടി പുറത്തു വന്നു. ആൾക്കാർക്ക് സ്വർണം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചക്കിയുടെ ബ്യൂട്ടി കുറഞ്ഞില്ല. അപ്പൊ അതെന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയി. പിന്നെ സെറ്റ് സാരിയിലേക്ക് വന്നു അല്ലെ? മൂന്നാമത്തെ സെറ്റ് സാരി എത്തിയപ്പോ മേക്കപ്പ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഒട്ടും ഐഷാഡോ ഇല്ലാതെ ലൈനിങ് മാത്രം, അതും ബ്ലെൻഡഡ് ആയിട്ടുള്ള ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ ഈ സെറ്റ് സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ന്യൂഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നെറ്റിച്ചുട്ടി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ബ്രൈഡിന് നെറ്റിച്ചുട്ടി എപ്പോഴും വേണം. നെറ്റിച്ചുട്ടി ഇല്ലാതെ സിമ്പിളായിട്ട് ഒരു സിന്ദൂരം മാത്രം ഇട്ട് മുല്ലപ്പൂ ഫുള്ള് ചുറ്റി മുടിയെടുത്ത് ബണ്ണാക്കിയിട്ടാണ് വെച്ചത്. അപ്പം നമ്മൾ എപ്പോഴും ഒന്നിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ആ ഒരു ഈസി പ്രക്രിയയിലോട്ട് നമ്മൾ എപ്പോഴും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 ലുക്ക്, 3 ഹെയർ, 3 ടൈപ്പ് ഓഫ് സാരി ഡ്രൈപ്പിംഗ്, 3 സെറ്റ് ഓഫ് ജുവലറി, ദെൻ
ഇത്രയും ചെയ്തിട്ടാണ് നമ്മൾ ചക്കിയുടെ തേർഡ് ലുക്ക് ഒരുക്കിയത്. പിന്നെ ചക്കിയുടെ ജ്വല്ലറിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനുണ്ട്, ചക്കിയുടെ ജ്വല്ലറിയിൽ ഒരു ആംഗ്ലറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഒരു ആംഗ്ലറ്റ് ഉണ്ടായിരുന്നു. ആ ആംഗ്ലറ്റ് പ്രത്യേകം പാർവതി ചേച്ചി ഇതിനു വേണ്ടി ഇപ്പം മടിസാരിയൊക്കെ കൊടുക്കുമ്പോൾ കാല് നന്നായിട്ട് കാണും, കാര്യം പാൻറ് പോലെയാണല്ലോ അത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൊലുസ് പാർവതി ചേച്ചി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. ആൻഡ് അത് ആ ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ ലുക്കിനെ അത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു. ഓ അത് ശരി. ഈ ഒരു ദിവസം ഇത്രയും ലുക്ക്, അത് ഇത്ര എൻറ്റയർലി ഡിഫറെന്റ് ആയ ലുക്ക്, ചേട്ടന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ അന്ന് ചെന്നൈയിൽ പോയപ്പോഴും അച്ഛനും അമ്മയും കാളിദാസനും തരുണിയും ഒക്കെ ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് ഞാൻ ചെയ്തിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ നമ്മൾ അന്ന് സംസാരിച്ചത് കൊണ്ട് എനിക്കറിയാം ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഓക്കെയാണ്. അപ്പോൾ അത് അവിടെ ചെയ്തു. നമ്മൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ജയറാമേട്ടനായിരുന്നാലും പാർവതി ചേച്ചി ആയിരുന്നാലും എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പാർവതി ചേച്ചി അപ്പോഴെപ്പോഴും പറയും ബിക്കോസ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൂസ്റ്റായി പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും എന്താ ചേട്ടനോട് വന്ന് പറഞ്ഞത്? പാർവതി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും, ഞാൻ നേരത്തെ പറഞ്ഞു ഈ കംഫർട്ട് സോൺ അത് എടുത്ത് തന്നെ പറഞ്ഞു. ഞാൻ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും കംഫർട്ടായിട്ടും ട്രസ്റ്റബിളുമായിട്ടും ഒരാൾ എന്ന് പറയുന്നത് അതും ബ്യൂട്ടി അസാധ്യമാക്കി എന്നും പറഞ്ഞ് മോളെ ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ മടിസാരിയിലാണ് മോളെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല, ബിക്കോസ് ഞാൻ നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനപ്പോൾ നിറഞ്ഞ് കവിഞ്ഞു. അത് എൻ്റെ അടുത്ത് ജയറാമേട്ടൻ പറഞ്ഞ മൊമെന്റില്ലേ. ഈ ചക്കിയുടെ എന്താ പറയാ ഹസ്ബൻഡ് എന്താണ് പറഞ്ഞത്? അയ്യോ ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ. നവനീത് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിരുന്നു ചേട്ടാ, ലൈക്ക് ഷി വാസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഓഫ് കോഴ്സ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അത് തന്നെ പുള്ളിയും പറഞ്ഞു, ഓഫ് കോഴ്സ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ബട്ട് ബ്രൈഡൽ ലുക്കിൻ്റെ ഏറ്റവും ഇതിലൊരു വെഡിങ് ചക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ ലുക്ക്. ഓ അത് ശരി. നമ്മൾ നോർമലി വിചാരിക്കുമ്പോൾ ചക്കിക്ക് ഭയങ്കര മോഡേൺ ലുക്സിനോടാണ് ഇഷ്ടം. പക്ഷെ ഒരിക്കലും അല്ലെങ്കിൽ ഇന്നലെ ആ കുട്ടി സാരി ഉടുക്കില്ല. അപ്പൊ റിസപ്ഷൻ ആ കുട്ടി സാരി ഇട്ട് ദുപ്പട്ട ഇട്ട് സിന്ദൂരം നിറച്ചിട്ട്, അപ്പൊ അതൊരു കുട്ടിയുടെ മനസ്സാണ്. അപ്പൊ ആ കുട്ടിക്ക് ട്രഡീഷണലിനോടുള്ള അത്രയും ഇഷ്ടം മേക്കപ്പിനോടും ഇഷ്ടമാണ്. പക്ഷെ അതെന്താ ഇങ്ങനത്തെ മേക്കപ്പ്. ഇന്നലെ ഞാൻ ചക്കിക്ക് ചെയ്ത എല്ലാ മേക്കപ്പും സ്കിൻ വിസിബിൾ മേക്കപ്പാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് സ്കിൻ വിസിബിൾ മേക്കപ്പ്. ഇപ്പൊ ആലിയ ഭട്ടിന്റെ ഒക്കെ മേക്കപ്പിന് നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നമുക്ക് കാണാൻ പറ്റും, ഒരിക്കലും ഒരു ലെയർ ഉള്ളത് ഉണ്ടാവില്ല. അല്ല ഈ ചക്കിക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്നതുപോലെ വേണാലേ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു? ചക്കിക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കരുത്, മേക്കപ്പ് എടുത്ത് നിൽക്കരുതെന്ന് ഭയങ്കര സ്കിൻ ഇങ്ങനെ ഇതെനിക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കണം, സ്കിൻ വിസിബിൾ ആയിരിക്കണം എന്ന് ചക്കിക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അമ്മയ്ക്കും ചക്കി അങ്ങനെ തന്നെ ആവണം എന്ന് തന്നെയായിരുന്നു. അപ്പൊ അതെനിക്ക് കൊടുക്കാൻ പറ്റി. ഞാനിങ്ങനെ കുറച്ച് സെലിബ്രിറ്റികളുടെ പേര് പറയാം. ചേട്ടൻ അവരിൽ ശ്രദ്ധിച്ച ഏറ്റവും നല്ല ഫീച്ചർ എന്താണെന്ന് പറയോ? ആദ്യത്തെ ആള് മാളവിക, നുണക്കുരി ആണ്. രണ്ടാമത്തെ ആള് സ്വാസിക, കണ്ണ് ആണോ? ദിവ്യ പിള്ളை, സ്കിൻ ആണ്. ദുർഗാകൃഷ്ണ മൂക്ക്. സുരഭിയുടെ ചുണ്ട് ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണ്. കാർത്തികയുടെ പിരികം, വില്ല് കണക്കത്തെ പിരികം, നല്ല പിരികാണ്. ഇങ്ങനെയുള്ള ഓരോ എല്ലാവർക്കും ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടോ ചേട്ടാ? നമ്മളിപ്പോൾ ഓരോ ബ്രൈഡിനെ അല്ല ഓരോ പെൺകുട്ടിയെ എടുക്കുമ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഉണ്ടോ? എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ എന്തെങ്കിലും ഒന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇപ്പൊ ദുർഗേനെ എടുത്ത് പറയുമ്പോൾ ദുർഗയുടെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്, ദുർഗയുടെ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഞാനിപ്പോൾ പല ബ്രൈഡ്സിനെ ഒരുക്കുമ്പോൾ പല ബ്രൈഡ്സും പറയും ചേട്ടാ അത് എൻ്റെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ണൊന്ന് എൻഹാൻസ് ചെയ്യണേ. അപ്പം ശരി പറയും. ചില കുട്ടികൾ പറയും ചേട്ടാ എൻ്റെ ലിപ്പ് നല്ലതാണെന്നും കൂടെ. ആക്ച്വലി ഞാൻ എപ്പോഴും പറയും ഇവർ ഇതല്ലല്ലോ പറയേണ്ടത്, എന്നാൽ ഈ ഇഷ്ടമില്ലാത്ത സാധനമല്ലേ എൻഹാൻസ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ആ ഇഷ്ടമുള്ളതിനെ തന്നെ എടുത്തു പറയും. അപ്പൊ ഇഷ്ടമുള്ള ഈ ഇപ്പം ഭംഗിയുള്ള കണ്ണ് ഓഫ് കോഴ്സ് എന്ത് ചെയ്താലും ഭംഗിയായിരിക്കും. അപ്പൊ ചില കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ചുണ്ടായിരിക്കും. അപ്പൊ ആ ചുണ്ടിനെ അവർക്ക് അയ്യോ എനിക്ക് ചുണ്ട, പക്ഷെ ആ ചുണ്ടിനെയാണ് നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലെന്ന് എല്ലാവർക്കും വന്നാലും ചില ചെറിയ ഇങ്ങനെ മൈനസ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ആ മൈനസ് പോയിന്റ്സിനെ വേണം മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കാൻ, എനിക്ക് ഇതൊന്ന് ശരിയാക്കി തായോന്ന്.
ഈ ദുർഗാകൃഷ്ണനായിട്ട് ചേട്ടന് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെന്ന് എനിക്കറിയാം. ഈ ഷോപ്പ് അടക്കം ഇനാഗുറേറ്റ് ചെയ്തത് ദുർഗയാണെന്നറിയാം. എങ്ങനെയാ ദുർഗയായിട്ട് ഇത്രയും ഒരു അടുപ്പം വന്നത്? ഞാൻ ആദ്യമായിട്ട് ഫാഷൻ ഷോയിൽ ഞാനൊരു വർക്ക് ചെയ്യാൻ പോകുമ്പം ആ ഫാഷൻ ഷോയിൽ ദുർഗ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അന്ന് തുടങ്ങിയ ഒരു പരിചയം. പിന്നെ വിമാനത്തിന്റെ സമയത്തിനായിരുന്നാലും ഒക്കെ ഞാനന്നും വിമാനത്തിന്റെ സമയത്ത് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഈ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യത്തില്ലേ, എക്സ്പെരിമെന്റൽ. അപ്പം ദുർഗേനെയാണ് അന്ന് വിമാനത്തിന്റെ സമയത്ത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ എന്ത് എക്സ്പെരിമെന്റ് ആയാലും ഹിറ്റ് ആവും. അപ്പം ദുർഗ നോക്കുമ്പോൾ വികാസേട്ടനും കൊള്ളാം, ഞാൻ നോക്കുമ്പോൾ ദുർഗയും കൊള്ളാം. പക്ഷെ ഭയങ്കര ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് ഞങ്ങള്. ഓ ശരി. ചേട്ടൻ ഏറ്റവും ടെൻഷൻ അടിച്ച് ചെയ്ത മേക്കപ്പ് ഏതായിരിക്കും? ഞാൻ രംഭ എന്ന് പറഞ്ഞ നമ്മുടെ പഴയ രംഭനെ മേക്കപ്പ് ചെയ്യാനായിട്ട് രംഭയുടെ ഒരു ആഡ് ഷൂട്ടിന് പോയി. ആ സമയത്ത് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. അപ്പം ആ ഒരു സമയത്തിന് പ്രഗ്നൻറ്റും ആണ്, മേക്കപ്പ് വേണം, അതും ഭയങ്കര കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ടൈറ്റ് കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ മേക്കപ്പ് ആയിരുന്നേ. അവർ അന്ന് എനിക്ക് തോന്നുന്നു 6 months പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അത്രയും അപ്പം അതൊക്കെ നമുക്കൊരു ടെൻഷനാണല്ലേ. ഇപ്പം സാധാരണ അത് പെൺകുട്ടികൾക്കാണ് നമുക്കറിയെങ്കിൽ, ഞാൻ കുറേയും കൂടി ഇവരുമായിട്ട് നമ്മൾ ഇപ്പം കൂടുതലും ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ലേഡീസ് അല്ലേ, അപ്പം നമ്മൾ ആ ഒരു റെസ്പെക്ട് തോന്നിപ്പോകും. അതെനിക്കൊരു ഭയങ്കര ടെൻഷൻ വർക്കായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഒരു ശാകുന്തളം എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയിൽ മേനക, ശകുന്തളയുടെ അമ്മ ക്യാരക്ടറാണല്ലോ മേനക. അപ്പം മധു ബാല മേഡം ആയിരുന്നു അതിനകത്ത് മേനകയായിട്ട് അഭിനയിക്കുന്നത്. 2 വർഷം ആവുള്ളൂ, 2-3 വർഷമാവും. അപ്പം ഭയങ്കര ആക്സസറീസും സെറ്റിങ്ങും ഒക്കെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഒരു സ്റ്റൈലിസ്റ്റാണ് നീത ലുല്ലു ആണ് അതിന് വന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ വന്ന് ചെയ്യുമ്പം ഇതെനിക്ക് കറക്റ്റ് ടൈമിന് ആക്സസറീസ് വെച്ചിരിക്കുന്നത് ഫുൾ ഡയമണ്ട് സെറ്റാണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് തലയിലൊക്കെ വെക്കണം. അപ്പൊ അത് ഒക്കെ നമുക്കൊരു റിസ്കി ആയിരുന്നു. പക്ഷെ അതിന്റെ ഔട്ടൊക്കെ വന്നപ്പം എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് വേറെ ലെവൽ സീൻ മാറിപ്പോയി. അങ്ങനെ കുറെ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് നമുക്കൊരു മനസ്സിലായി. ഏറ്റവും കുറച്ച് സമയം എടുത്ത് മേക്കപ്പ് ചെയ്തത് ആരെയായിരിക്കും? ദുർഗയുടെ വെഡിങ് ലുക്ക്. ഓ അയ്യോ, ദുർഗ ഉറക്കണീക്കാനൊക്കെ ലേറ്റായി. ഞാനാണ് പിന്നെ ഉണർത്തി കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം കരഞ്ഞും പിടിച്ചൊക്കെ ഇരുന്ന് കല്യാണം കഴിയാൻ പോയല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി സങ്കടമൊക്കെ ആയി ഇരുന്നിട്ടാണ് നമ്മൾ ആ ഒരു വെഡിങ് ലുക്ക് ചെയ്യുന്നത്. വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ആകെ ഒരു 1.25 മണിക്കൂറിൽ മേക്കപ്പ് തീർത്ത്. ബ്രൈഡോ 2-2.5 മണിക്കൂറൊക്കെയാണ് ഞങ്ങൾ അറിയുന്ന ബ്രൈഡുകളുടെ മേക്കപ്പ്. 1.25 മണിക്കൂറിൽ ബ്രൈഡ് തീർന്നു. എന്നിട്ടാണ് അത് ഭയങ്കര അന്നത്തെ ഏറ്റവും വലിയ വൈറൽ ബ്രൈഡ് ആയത്. ഏറ്റവും ലിഷർലി ചെയ്തത് എന്ത് മേക്കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ആരുടെ മേക്കപ്പ് ആയിരിക്കും? കാർത്തികയുടെ മേക്കപ്പ് നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ജുവല്ലറീസ് ഉണ്ടായിരുന്നു, ജുവൽസ് കൂടുതലായിരുന്നു. അപ്പോൾ അതിന് നല്ല ടൈം എടുത്തു. പിന്നെ സാരി ഡ്രേപ്പിംഗ് ആയിരുന്നാലും അതൊരു ഡിഫറെൻ്റ്, അന്ന് വരെ ഷൂട്ടിന് മാത്രം കണ്ടിരുന്ന ഒരു സാരി ഡ്രേപ്പിംഗ് ആയിരുന്നു കാർത്തികയുടെ ഒരു സാരി ഡ്രേപ്പിംഗ്. അത് നമ്മളൊരു ബ്രൈഡിന് കൊടുക്കുക, അതും ഇത്രയും വലിയൊരു ബ്രൈഡൽ ലുക്ക്, ഇത്രയും ആൾക്കാർ വരുന്നൊരു ബ്രൈഡൽ ലുക്കിൽ അങ്ങനെ ഒരു സാരി ഡ്രേപ്പിംഗ് എടുക്കുക കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷേ ഞാനൊരു റിസ്ക്കും നോക്കിയില്ല. അത് അപ്പം കാർത്തികയുടെ അടുത്ത് ഓൺ ദി സ്പോട്ട് കാർത്തിക ഇങ്ങനെ ഒന്ന് ഡ്രേപ്പ് ചെയ്യട്ടെ, ചെയ്തോ, നിനക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അപ്പം ചെയ്ത് ഒരു വർക്കാണ്. സോ അത് ഭയങ്കര എനിക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പഞ്ചരത്നത്തിനെ കുറിച്ച് വർഷങ്ങളായെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കുറവ് സമയത്തിൽ ചെയ്തത് എന്ന് വേണമെങ്കിൽ എനിക്ക് പഞ്ചരത്നങ്ങളുടെ വർക്ക് പറയാം. കാര്യം 4 പെൺകുട്ടികളെ, അതിൽ 3 പേര് ബ്രൈഡ്സ് ആണെങ്കിലും 4ാമത്തെ കുട്ടിയും ഒരുങ്ങി ഒരു ബ്രൈഡിനെ പോലെ, ഒരു ഹാഫ് ബ്രൈഡിനെ പോലെ തന്നെയാണ് ഇരുന്നത്. ഈ 4 പെൺകുട്ടികളെയും ഞാൻ വെറും 2 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ഒരുക്കി തീർത്തത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എനിക്ക് പോലും ഒരുക്കി തീർത്തതിന് ശേഷം അത്ഭുതം തോന്നിപ്പോയി. കാര്യം 4 പെൺകുട്ടികളെ നമ്മൾ ബ്രൈഡാക്കി 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരുക്കാൻ പറ്റും? അപ്പം എൻ്റെ വിശ്വാസം കൃഷ്ണനും കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പം ആ അമ്മ അത്രയും വലിയൊരു കൃഷ്ണഭക്തയാണ്. അപ്പം എൻ്റെ വിശ്വാസം ഇന്നും ഞാൻ ആലോചിക്കും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അത് തീർക്കാൻ, അല്ലാതെ തീരില്ല അവർക്ക്. ഈ പൊതുവെ എന്താ പറയാ, കാർത്തികയുടെ സെലിബ്രിറ്റി വെഡിങ് ചെയ്തു,
അതിന് ചേട്ടൻ ഉപയോഗിച്ചതും ഇങ്ങനെ ഒരു നോ മേക്കപ്പ് ലുക്ക് ആയിരുന്നു, അതോ അതെന്തായിരുന്നു? സ്കിൻ ടോൺ മേക്കപ്പ് ആയിരുന്നു. കാർത്തികയ്ക്കുടെ സ്കിൻ ടോൺ തന്നെയാണ് ഞാൻ ആ മേക്കപ്പിന്. അപ്പം ഞാൻ അന്ന് എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ഇന്റർവ്യൂ വരാനുള്ള ഒരു കാര്യവും ആ വെഡിങ് തമിഴ്നാട്ടിൽ കേരളത്തിനെക്കാട്ടിയും കൂടുതൽ റീച്ച് പോയത് അവിടെയാണ്. ചേട്ടാ, ഈ എന്താ പറയാ, ചേട്ടനെ പെട്ടെന്ന് അങ്ങനെ ആളുകളിലേക്ക് എത്തിച്ചത് ആരുടെ മേക്കപ്പിലൂടെ ആയിരുന്നു? എന്നെ പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചരത്നങ്ങൾ എന്ന് പറയുന്ന ഒരു വെഡിങ് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള 3 പേരുടെ വെഡിങ് ഒരു ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചെയ്ത്. അതിലാണ് ആൾക്കാർ എന്നെ പെട്ടെന്ന് നോട്ടീസ് ആക്കിയതെന്ന് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാർ എൻ്റെ മേക്കപ്പിനെ ഇഷ്ടപ്പെട്ടത് ദുർഗാകൃഷ്ണയുടെ വർക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചേട്ടനോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു 2 ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ കൊടുക്കാറുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ഉറങ്ങുക നന്നായിട്ട്, വെള്ളവും കുടിക്കുക. ഇതാണ് ഒരു ബ്യൂട്ടി വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്. കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്തായിരിക്കും പറയുക? നല്ല പ്രൈമേഴ്സ് സെലക്ട് ചെയ്യണം. എല്ലാവരും ഈ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്കാണ്, നമ്മൾ ഫൗണ്ടേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബാക്കി ഒന്നുമല്ല. അപ്പം നല്ല പ്രൈമേഴ്സ്, എൻ്റെ സീക്രട്ട് പോലും എൻ്റെ പ്രൈമേഴ്സാണ്. എൻ്റെ പ്രൈമേഴ്സിനെ എനിക്കറിയാം. ഇപ്പം ഇത് ഒരു മാർച്ച് ഏപ്രിൽ മെയ് മന്തിൽ യൂസ് ചെയ്യേണ്ട പ്രൈമർ അത് ഡിഫറെൻ്റ് ആണ്. വെൻ ഇറ്റ് കംസ് ടു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മഴക്കാലം അവിടെ യൂസ് ചെയ്യേണ്ട പ്രൈമർ ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് സ്കിൻ ടോൺ ഉള്ള കുട്ടികൾ, ഡിഫറെൻറ്റ് സ്കിൻ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾ, ഡിഫറെൻറ്റ് സറൗണ്ടിൽ, ഇപ്പം ചിലരെന്ന് പറഞ്ഞാൽ ബീച്ച് വെഡിങ് ആയിരിക്കാം, ചിലരത് ഫുൾ ഇൻഡോർ വെഡിങ് ആയിരിക്കും. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രൈമേഴ്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്. അതാണ് ടിപ്പ് നമ്പർ 1. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക, നമ്മൾ പറയുന്നതല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരൂ. അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? വെഡിങ്ങിന് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്ത എല്ലാ വെഡിങ്ങിനും നമ്മൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് എൻ്റെ അന്നത്തെ മേക്കപ്പ് പൊസിഷൻ ഉണ്ടല്ലോ, ഒരു വെഡിങ്ങിന് ഒരു വലിയ ഏത് സെലിബ്രിറ്റീനെ മേക്കപ്പ് ചെയ്യുമ്പോഴും അവർ ബ്രൈഡായിട്ട് തന്നെ ഇരിക്കണം. അത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. പെൺകുട്ടിയാണ്, കല്യാണ പെണ്ണാണ്. അപ്പോൾ ആ റെസ്പെക്റ്റോട് തന്നെയാണ് എല്ലാ ബ്രൈഡ്സും എനിക്ക് ചെയ്തത്. അപ്പോൾ അവർക്കറിയാം അവർ വലിയ ആർട്ടിസ്റ്റ് ആയിരിക്കും, പക്ഷെ കല്യാണ പെണ്ണായിട്ട് അത് അന്നാ. അപ്പോൾ എന്നോട് ചോദിക്കും, ചേട്ടാ കല്യാണത്തിന് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? ഞാൻ പറയാം, ദേ ട്രസ്റ്റ് ദാറ്റ് വേർഡ്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളൊരു ഷൂട്ടിന് പോകുമ്പം അവർക്ക് ഭയങ്കര കൺസേൺസ് ആട്ടോ. ചിലപ്പം ഷൂട്ടിന് ചെയ്യുമ്പം പല ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയും. പക്ഷെ അത് ചെയ്താൽ നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റിന്റെ കംഫർട്ട് സോൺ ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എങ്ങൊന്നും എനിക്കൊരു അവഗണന ഉണ്ടായിട്ടില്ല. എനിക്ക് കാശ് തരാതെ ഇരുന്നിട്ടില്ല. എനിക്ക് പ്രോപ്പർലി ഞാനും എല്ലായിടും എത്താറുണ്ട്. പഞ്ച്വാലിറ്റി ഞാൻ ഇതുവരെ എങ്ങൊന്നും തെറ്റിച്ചിട്ടില്ല. ശരി, ഇനി ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്താണ്? എന്നും ഞാൻ ഒരുക്കുന്ന കുട്ടികൾ ഞാൻ കാരണം സന്തോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഗോള്. അപ്പം നമ്മൾ ഒരുക്കുന്ന ഓരോ കുട്ടി, അത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബ്രൈഡ് ആയിക്കോട്ടെ, എവരിബഡി ഷുഡ് ബി ഹാപ്പി. ഹാപ്പി ബ്രൈഡ്, ഹാപ്പി ക്ലൈൻറ്റ് എന്ന ആ ഒരു ഭാഗ്യം എന്നും എനിക്ക് ഉണ്ടാവണേ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. വേറെ പ്രത്യേകിച്ച് എനിക്കൊരു ആഗ്രഹവും ഇല്ല. അതായത് എന്നും അവർ ഹാപ്പി ആണെങ്കിൽ എനിക്ക് എന്നും വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ എല്ലാം അവിടെ ആയി. എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നടക്കട്ടെ. ഓഫ് കോഴ്സ് ചേട്ടൻ്റെ ആഗ്രഹം ഓൾറെഡി ഫുൾഫിൽഡ് ആണ്. എല്ലാ ബ്രൈഡും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ആ മണ്ഡപത്തിലേക്ക് കയറുന്നത്. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് വികാസ് ചേട്ടാ, ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ. വീണയുടെ കുട്ടിയുടെ കല്യാണം ഞാൻ എന്തായാലും ചെയ്യും. Oh my God! വീണയുടെ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, 5 വർഷം. അതെ അതെ, എനിക്ക് പരാതിയില്ല കേട്ടോ എന്നെ വിളിക്കാത്തതില്. അത് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ, അന്ന് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലായിരുന്നു. എന്തായാലും സന്തോഷം ചേട്ടാ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം RAG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ.